കുറ്റ്യാടിയിലെ മൈക്ക് കടിപിടിയും സ്റ്റേജിനകത്തെ ഉന്തും തള്ളും പിടിയും വലിയും എല്ലാം സംബന്ധിച്ച് നിങ്ങൾ കണ്ട കാഴ്ചകൾ അത് തോന്നൽ മാത്രമാണ്. DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാറിന്റെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. അവിടെ നടന്നത് ഷാഫി സംസാരിക്കേണ്ട വൈകി എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. ആ വേദിയിൽ നടന്നിരിക്കുന്ന മുഴുവൻ കോപ്രായങ്ങളും അവിടെ ഉണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം AI ക്യാമറ നിർമ്മിതം എന്നുള്ളതാണ് പ്രവീൺ കുമാറിന്റെ ഭാഗം. നോക്കണേ, കണ്ണുകൊണ്ട് കണ്ട കാഴ്ച. നാട്ടുകാർ മുഴുവൻ ആ ദൃശ്യം കണ്ടു. കടിപിടി ആടിപിടി. വേദിക്ക് പുറത്ത് കാണാൻ ആളില്ലെങ്കിലും വേദിക്കകത്ത് നിറച്ച് നേതാക്കന്മാരുടെ പൂരമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ആ പ്രതികരണം നാട്ടുകാർ ശ്രദ്ധിക്കുക. നിങ്ങൾ കണ്ടതൊന്നും യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യം എന്തായിരുന്നു, അത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയണത് നിങ്ങൾ വിശ്വസിച്ചോളണം. ശ്രീ കെ പ്രവീൺ കുമാർ, DCC അധ്യക്ഷൻ നോക്കുമ്പോൾ ശ്രീ പ്രവീൺ കുമാർ എന്താണ് സംഭവിച്ചത്? മനോഹരമായ ആവേശകരമായ യാത്രയുടെ അതിന്റെ സൗന്ദര്യവും കെടുതിയും കൊടുത്താൻ ചിലർ ശ്രമിക്കും. അതിനോടൊപ്പം മാധ്യമങ്ങൾ ദയവായി എന്താണ് സംഭവിച്ചത് അറിയണം. അവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞ ഉടനെ സ്വീകരണ സമ്മേളനം ഒരുപാട് വൈകി, തന്നെ വിളിക്കരുത്, സ്വീകരണ സമ്മേളനം വൈകി എന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് വിളിക്കേണ്ടത് പറഞ്ഞാണ്. അതിനപ്പുറത്തോടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഷാഫി ഞങ്ങളൊക്കെ അവിടുത്തെ ആതിഥേയരാണ്. അദ്ദേഹം ഒരു പരാതി പറയോ പരിഭവം പറയോ ഉണ്ടായിട്ടില്ല. ഈ വാർത്ത വെറുതെ നിർഭാഗ്യകരവും വളച്ചൊടിച്ചതുമാണ്. സ്വീകരണ സമ്മേളനം നേരത്തെ നിശ്ചയിച്ചത് വൈകിയപ്പോൾ ഇനി തന്നെ വിളിക്കേണ്ട, നമുക്ക് അടുത്ത കേന്ദ്രത്തിലേക്ക് വൈകുന്നു, അതുകൊണ്ട് വിളിക്കേണ്ട എന്ന് പറഞ്ഞതിലൊക്കെ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുത്താൽ എന്താ പറയാ? പരിഹാസമല്ലാതെ. ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായ സംശയമാണ്. ദൃശ്യങ്ങൾ കണ്ട് നിങ്ങളല്ലോ അവിടെ നടന്ന് ഞാനുണ്ടല്ലോ, അവിടെ അടുത്ത് ഞാനുണ്ടല്ലോ. ദൃശ്യങ്ങൾ കാണാം. ഒരു നിമിഷം, ഇതിപ്പോൾ രണ്ട് ഘട്ടങ്ങളായാണ് ദൃശ്യങ്ങൾ. ഒന്ന്, ഫോണിലാണ് എനിക്ക് ദൃശ്യം കാണാൻ പറ്റത്തില്ല. ശരി, ഞാൻ പറഞ്ഞോട്ടെ. നടന്നതിന്റെ നേർസാക്ഷിയാണ് ഞാൻ. അല്ല, ഒരു നിമിഷം, അങ്ങേക്ക് തുടരാം. ഒറ്റ നിമിഷം. ഇപ്പോൾ വേദിയിലേക്ക് VD സതീശൻ ജാഥ ക്യാപ്റ്റൻ വരുന്നു. അപ്പോൾ ജാഥ ക്യാപ്റ്റൻ സംസാരിക്കാനായി ക്ഷണിക്കുന്നതിന് പിന്നാലെ ഷാഫി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. അപ്പോഴാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അല്പനേരം അവിടെ മൈക്കിനടുത്തേക്ക് എത്താൻ സമയമെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. അവിടെയായിരുന്നു കൺഫ്യൂഷൻ. അതിനുശേഷം താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇനി വിളിക്കേണ്ടതില്ല എന്ന് മറ്റായിരിക്കും ഷാഫി പറഞ്ഞിട്ടുണ്ടാവും. ഒറ്റ വരിയിൽ പ്രശ്നം. ഈ ഷാഫി വിളിക്കേണ്ട സമയത്താണോ ജാഥ ക്യാപ്റ്റനെ വിളിച്ചത്? അവിടെയാണോ ആ ഒരു പ്രശ്നം ഉണ്ടായത്? ഈ ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തത് വടകരയിലാണ്. ഞങ്ങൾ ഇന്നലെ റിലീസ് എടുത്ത് നോക്കിക്കോളൂ. ഓരോ നേതാക്കളും പ്രസംഗിക്കുന്ന റിലീസ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ എടുത്ത് റിലീസ് എടുത്ത് നോക്കൂ. അതൊരു കാര്യം. അവിടെ ഉദ്ഘാടനം ചെയ്ത് ഷാഫി പറമ്പിൽ വടകരയുടെ ഉദ്ഘാടനം ഇതാ 2:30 മണിക്ക്. ഇപ്പൊ ഉച്ചയ്ക്ക് ആ യോഗം തുടങ്ങിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, നേരം വൈകി സ്റ്റേജിൽ അസൗകര്യം, ആള് കൂടിയതിനെ കുറിച്ചൊക്കെ സ്റ്റേജിൽ ആളുകൾ കൂടുതൽ അസ്വസ്ഥത ഞങ്ങൾ പ്രകടിപ്പിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. ദയവായി ഈ വാർത്തകൾക്ക് പ്രോത്സാഹനം കൊടുക്കരുത്. എന്നും മാധ്യമങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുന്ന ആളുകളെ ഞങ്ങൾ മാധ്യമ വാർത്തകളെയും. പക്ഷെ ഇത് തീർത്തും അടിസ്ഥാന വാർത്തയാണ്. ആ ദൃശ്യങ്ങൾ കണ്ട് നിങ്ങൾ ഊഹിച്ചെടുത്ത വാർത്തകൾ ദയവായി കൊടുക്കരുത്. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ അധ്യക്ഷൻ DCC സെക്രട്ടറി ആണ് യോഗം നിയന്ത്രിക്കുന്നത് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കേട്ടല്ലോ, ഷാഫി വൈകിയോണ്ട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞതാണ് ഈ കണ്ടത്രേ. ഒരാള് മൈക്കിന്റെ അടുത്തേക്ക് ഓടുമ്പോ കെട്ടിപ്പിടിച്ച് വലിച്ചു നിർത്തുന്നു, മൈക്കിന്റെ അടുത്തുനിന്ന് പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു. സതീശന് പുരസ്കാരം കൊടുക്കുന്ന ദൃശ്യം കണ്ട പിടിച്ചു മാച്ച് നേരെ ഫോട്ടോയുടെ മുന്നിൽ കാണിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ വേദിക്കകത്ത് മുഴുവൻ കിടന്ന് ഇമാതിരി ഊളത്തരങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം അത് കണ്ട് നാട്ടുകാരെല്ലാം തലയറഞ്ഞ് ചിരിക്കുമ്പോൾ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് പറയുന്നവരുടെ തൊലിക്കട്ടിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കേരളം ഭരിക്കാൻ നടക്കുന്നവരാണ്. ഇതാണ് ഇവരുടെ കയ്യിലിരിപ്പ്. ഇതാണ് യഥാർത്ഥ പുതുയുഗം വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ടൊരു പുതുയുഗം വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ദൃശ്യങ്ങൾ നാട്ടുകാർ കണ്ടു. നമുക്ക് എന്ത് ചെയ്യാം? മിണ്ടാതെയെങ്കിലും ഇരിക്കാം. അങ്ങനെയല്ല, പോയി നിന്ന് ഞങ്ങൾ വെടുപ്പിന് ന്യായീകരിക്കും. കേൾക്കുന്ന അല്ലെങ്കിൽ കണ്ടവരെ മുഴുവൻ മണ്ടന്മാരാക്കി ഇമാതിരി വർത്താനം പറയുന്ന കോൺഗ്രസ്സുകാർ അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ജനം കാണുക. നിങ്ങൾ ഈ ചിരിക്കുന്ന വ്യക്തികൾ, ഇവരൊക്കെ അധികാര കസേരകൾ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്ന അവസ്ഥ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ?